ഫ്രണ്ട്സ്, ആദർശിൻ്റെയും നയനയുടെയും ഒരു പുതിയ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അനന്തപുരി തറവാട്ടിൽ 5ാം മാസ ചടങ്ങുകളൊക്കെ പുരോഗമിച്ചു വരുന്നു. ആദ്യം തന്നെ കാണിക്കുന്നത് ഗോവിന്ദനും കനകയും നന്ദു എല്ലാവരും കൂടി ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്. അവരുടെ അടുത്തായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഇങ്ങനെ അനാമിക കടന്നു വരുന്നുണ്ട് കേട്ടോ. അനാമിക കടന്നു വന്നിട്ട് അവരുടെ അടുത്ത് നിൽക്കുമ്പോഴേക്കും കനക ചോദിക്കുന്നുണ്ട്, മോളെ എന്താ വിശേഷം, അച്ഛനും അമ്മയൊന്നും വരുന്നില്ലേ, അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക എടുത്തടിച്ച് പറയുന്നുണ്ട്, അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത്, നിങ്ങളുടെയൊക്കെ മുഖം കാണാനോ, അവർക്ക് ലോകത്തിൽ ഇഷ്ടമില്ലാത്തത് നിങ്ങളുടെ മുഖം കാണാനാണ്. എൻ്റെ ജീവിതം നശിപ്പിച്ചവരുടെ മുഖം അവർക്ക് കാണുന്നത് തന്നെ ഇഷ്ടമില്ല, അതുകൊണ്ട് അവർ ഇന്ന് ഇങ്ങോട്ടേക്ക് വരികയില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദുവിന് ആകെ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ പതിയെ കനകയാണെങ്കിൽ നന്ദുവിൻ്റെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്, അനാമികെ എന്താ ഇത് എൻ്റെ അതിഥികളാണ്, നീ ഇവരോട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ ഈ നന്ദുവിനെ വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങോട്ട് വരാൻ പാടില്ല, നീ അനിയുമായിട്ട് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നോട് വഴക്കുണ്ടാക്കാനായിട്ട് തന്നെയല്ലേ, എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി തന്നെയല്ലേ ഇവള് വന്നിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും കനക പറയുന്നുണ്ട്, അയ്യോ മോള് വരുന്നില്ലെന്ന് പറഞ്ഞതാണ്, പിന്നെ ഞങ്ങളാണ് മോളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളാണല്ലോ ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത്, നിങ്ങളാണ് അനിയുമായിട്ട് അവളെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, അനാമിക നീ ഒന്ന് നിർത്തിക്കോ, എന്തിനാ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ, നല്ലൊരു ചടങ്ങ് നടക്കുന്ന ദിവസം നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതൊന്നും അനാമിക കേട്ട മട്ട് നടിക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, മൂർത്തി സാറേ എന്നാൽ ഞങ്ങൾ നന്ദുവിനെ പറഞ്ഞു വിട്ടേക്കാം, നന്ദു ഇപ്പോൾ എന്തിനാ ഇവിടെ നല്ലൊരു ചടങ്ങ് നടക്കുന്ന ദിവസം വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ, നന്ദുമോള് വീട്ടിൽ പോയിക്കോട്ടെ എന്ന് പറയുമ്പോഴേക്കും മൂർത്തി സാർ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പിന്നെ നന്ദുമോള് വന്നത് ഞാൻ വിളിച്ചിട്ട് എൻ്റെ അതിഥിയായിട്ടാണ്, അതുകൊണ്ട് ഈ ചടങ്ങിന് ശേഷമല്ലാതെ അവൾ തിരികെ പോകേണ്ടതും ആവശ്യമില്ല. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഇദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ശരി, നന്ദുമോള് ഞങ്ങൾ പ്രത്യേകം വിളിച്ചിട്ട് വന്ന തന്നെയല്ല, നയനമോടെയും നവ്യമോടെയും അനിയത്തിയാണ്, ഇവിടെ മറ്റാരെ കയ്യിലും അവകാശം നന്ദുമോക്കുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെ ആരും പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അനാമികയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, എൻ്റെ അതിഥികളെ ആക്ഷേപിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അറിയാതെ ജാനകി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജാനകി വന്നിട്ട്, ആഹാ ഈ മട്ടച്ചി എത്തിയോ, ഇവളോട് ഇന്നലെ എൻ്റെ മോള് വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങോട്ട് വരരുത്, നീ അനിയുമായി കാണുന്നത് ഇഷ്ടമില്ല, എന്നിട്ടും ഇവള് വന്നെങ്കിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയല്ലേ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനാമിക ഇങ്ങനെ ജാനകിനെ ഇങ്ങനെ വലിയ അഭിനയം കാണിച്ച് ഇങ്ങനെ നിസ്സഹായാവസ്ഥയോടുകൂടി നോക്കുന്നുണ്ടാവും. അത് കാണുമ്പോഴത്തേനും ജാനകിക്ക് വീണ്ടും കലി തുള്ളുകയാണ്. എൻ്റെ മോള് ഒരു പെണ്ണ് എത്രത്തോളം ആയിട്ടായിരിക്കും അങ്ങനെ വിളിച്ച് പറയുക, അതുപോലും കണക്കിലെടുക്കാതെയല്ലേ ഇവളെയും കെട്ടിൽ എഴുന്നള്ളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ജാനകി പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, മതി നിർത്തിക്കോ, ഇനി ഇവിടെ ഒരു മനുഷ്യനൊരു വർത്തമാനം പറയാൻ പാടില്ല, ഇവരെ ഞാൻ ക്ഷണിച്ചിട്ട് വന്നവരാണ്, ഇവരെ അപമാനിക്കാനും മാത്രം ആർക്കാണ് ഇത്ര ധൈര്യം, എല്ലാവരും നിർത്തിക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യപ്പെട്ട് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് അവിടേക്ക് വരുന്നുണ്ട്. ആദർശ് വരുമ്പോഴത്തേക്കിനും കനക പറയുന്നുണ്ട്, മോനെ എന്തായാലും നന്ദുമോളെ വീട്ടിൽ കൊണ്ടാക്കിയേക്കാം, പിന്നീട് ഒരു ദിവസം അവൾ വന്നോളും എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതിനെ ഒന്നും ആവശ്യമില്ല അമ്മേ, നന്ദു എന്താണെങ്കിലും ഇവിടെ കാണാം, നന്ദുവിൻ്റെ മനസ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, പിന്നെ അതൊക്കെ ആ അനാമികയുടെ ചിന്താഗതിയാണ്, അതാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നത്തിനും കാരണം, അവളിങ്ങനെ ഓരോന്ന് പറയും തോറും അനിയുടെ ജീവിതമാണ് പാഴായിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ മനസ്സിൽ യാതൊരുവിധ തെറ്റിദ്ധാരണകൾ ഇല്ലെങ്കിൽ പോലും അവൾ പറഞ്ഞ് ഇങ്ങനെ വീണ്ടും
വീണ്ടും ഓരോരോ ചിന്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും കൂടി അവരെ സമാധാനിപ്പിച്ചിട്ട് എങ്ങും പോകുന്നില്ല, അതിന് അനിയെ ഓർത്തിട്ടാണ് ഞാനിപ്പോൾ വെറുതെ മിണ്ടാതിരിക്കുന്നത്, സഹിക്കുന്നതിന് ഒരു അതിരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം വളരെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് അനാമിക വളരെ ദേഷ്യത്തോടു കൂടി ചെന്നിട്ട് രേവതിയെ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി ഇങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും എന്താ മോളെ എന്താന്ന് ചോദിക്കുമ്പോഴത്തേന് അമ്മേ എനിക്കിവിടെ ഇനി നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് എന്താ മോളെ എന്താ അവിടെ സംഭവിച്ചത്? ഓ അവളുടെ 5ാം മാസ ചടങ്ങ് നടക്കുകയാണല്ലോ, അതിനായിട്ട് അവളുടെ അനിയത്തിയില്ല ആ നന്ദു അവളെയും കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് അവർ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട് എന്താ എൻ്റെ മോള് വിളിച്ച് പറഞ്ഞിട്ടും അവൾ വന്നോ, എങ്കിൽ പിന്നെ അത് ഒന്ന് ചോദിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും വേണു പറയുന്നുണ്ട് എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും മോൾക്ക് അവള് ആ നന്ദു ഇല്ല വന്നിട്ട് മോൾക്കത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണെന്നൊക്കെ പറയുമ്പോഴേക്കും ഫോൺ മേടിച്ചിട്ട് വേണു സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും അനാമിക പറയുന്നുണ്ട് അച്ഛാ ഞാൻ ഇനി എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും മോളെ നമ്മൾ അന്ന് കൊടുത്ത ചായ ഇല്ലേ, ദേവയാനിക്ക് കൊടുത്ത ചായ, അതുപോലൊരു ചായ മോള് നന്ദുവിനും അങ്ങ് കൊടുത്തേക്കെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛാ അതൊക്കെ നടക്കുമോ, എന്തെങ്കിലും പണി പാളുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല, എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം, മോള് ധൈര്യമായിട്ട് ചെയ്തോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമായിട്ട് പിന്നീട് അവർ സംസാരിച്ച് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അനാമിക പതിയെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി ഇത് കാണുന്നുണ്ട്. അനാമിക അങ്ങനെ കിച്ചണിൽ കയറാറില്ല. അപ്പോൾ എന്തോ ഉദ്ദേശം ഉണ്ടല്ലോ എന്ന് കരുതി ദേവയാനി ഇങ്ങനെ മറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് ചായ എടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിനകത്ത് അനാമിക എന്തോ കലക്കുന്നത് ദേവയാനി മറിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ ചായ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകാൻ തിരിയുമ്പോഴത്തേനും ദേവയാനി ഒന്നും അറിയാത്ത പോലെ വരുന്നത് പോലെ അടുക്കളയിലേക്ക് വന്ന് കയറുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി എന്താ അനാമിക മോള് പതിവില്ലാത്തതാണല്ലോ, എന്താ കിച്ചൻ? ഓ ഒന്നുമില്ലമ്മേ വല്യമ്മേ, ഒരു ചായ എടുക്കാൻ വേണ്ടി വന്നതാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും എന്നാ ആയിക്കോട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവൾ അറിയാതെ അനാമികേനെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും എനിക്ക് കൊണ്ടുപോയി അനി ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ചായയായിട്ട് അനാമിക ചെല്ലുമ്പോഴത്തേനും ഇവളെന്താ പതിവില്ലാതെ എനിക്കൊരു ചായയായിട്ട് ഒന്നുമില്ല, ഇനിയിപ്പോൾ ഞാൻ ചായ ഇട്ട് തന്നില്ല എന്നുള്ള പരാതി വേണ്ട എന്ന് പറഞ്ഞിട്ട് ചായ കൊണ്ട് കൊടുക്കും. അപ്പോൾ പൊടി കലക്കിയ ചായ അനി എടുക്കാൻ പോകുമ്പോഴത്തേക്കിനും അനാമിക പറയുന്നുണ്ട് അത് അല്ല ഇതെന്ന് പറയാം. അപ്പോൾ അതെന്താ ഞാൻ ആ ചായ കുടിച്ച അല്ല നിനക്ക് കടുപ്പം കൂടുതൽ വേണമല്ലോ, അതുകൊണ്ട് ഇത് എനിക്ക് കൊണ്ടുവന്നാന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും അനാമിക എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും നന്ദു അപ്പുറത്തായിട്ട് നിൽക്കുന്നുണ്ട്. ഓ ഇനി ഞാൻ അവൾക്ക് ചായ കൊടുത്ത് സ്വീകരിച്ചില്ലെന്ന് വേണ്ട, ഈ ചായ എന്ന് അവൾക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ നേരെ ചായയായിട്ട് ഇങ്ങനെ അനാമിക പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനാമിക പറയുന്നുണ്ട് ഇനി ഞാൻ ചായ തന്ന് നിന്നെ സ്വീകരിച്ചില്ലെന്ന് വേണ്ട, എന്നാൽ ചായ എടുത്തോ എന്ന് പറയുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട് എനിക്കിപ്പോൾ ചായ വേണ്ട, ഞാൻ കുടിച്ചതാണ്, എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാനിനി തന്നതുകൊണ്ടായിരിക്കും അല്ലേ, എങ്കിൽ പിന്നെ ഇതൊക്കെയാണ് ഞാൻ നിന്നെ സംശയിക്കാൻ കാരണം. ആദ്യമായിട്ട് ഒരാൾ ചായ കൊണ്ട് തരുമ്പോഴേ ആ ചായ മേടിച്ച് കുടിക്കാനെങ്കിലും ഉള്ള മാന്യത കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നന്ദു ആ ചായ എടുക്കുന്നുണ്ട് കേട്ടോ. ചായ ഇങ്ങനെ കുടിക്കാൻ പോകുമ്പോഴത്തേനും ഇത് കണ്ട് ദേവയാനി പെട്ടെന്ന് അവിടേക്ക് ഓടുന്നു, തട്ടിക്കളയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും വല്യമ്മ എന്താ ഈ കാണിച്ചത് എന്ന് അനാമിക ചോദിക്കുമ്പോഴത്തേക്കിനും നീയേ അവിടെ എന്തോ പൊടി കലക്കുന്നത് ഞാൻ കണ്ടതാണ്, എൻ്റെ അവസ്ഥ ഇനി ആർക്കും വരാൻ ഞാൻ ഇവിടെ അനുവദിക്കില്ല, എന്താ നീ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേനും അനി അവിടേക്ക് പെട്ടെന്ന് വരുന്നുണ്ട്. എന്താ വല്യമ്മയെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നടന്ന കാര്യങ്ങളൊക്കെ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അനാമിക വല്യമ്മ എന്താ ഈ പറയുന്നത്, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ പഞ്ചസാര കലക്കി എടുത്തുകൊണ്ട് വന്നതാണ് ചായ, എനിക്ക് കുടിക്കാൻ കൊണ്ടുവന്ന, പിന്നെ ഇവക്ക് കൊടുത്തേക്കാമെന്ന് കരുതി, നീ ഇനി കള്ളത്തരങ്ങൾ പറയരുത്, മിണ്ടരുതടി എന്ന് പറഞ്ഞിട്ട് ദേവേനി നല്ല ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് അനി വന്നിട്ട് കാരണം അടിച്ചു പൊടിക്കുന്നുണ്ട് കേട്ടോ അനാമികയുടെ. അപ്പോൾ അനാമിക ഇങ്ങനെ നന്ദുവിൻ്റെ മുമ്പിൽ വെച്ച് അടി കിട്ടിയതും പണി പാളിയതും എല്ലാം ഓർത്തിങ്ങനെ ആകെ കാലി തുള്ളി കവളം തിരുമ്പി നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.